ലോകകപ്പിൽ ഒരു ചുവപ്പ് കാർഡ് കിട്ടിയാൽ എന്താണ് സാധാരണ സംഭവിക്കുന്നത്? അടുത്ത മത്സരം കളിക്കാൻ കഴിയില്ല. അത് ഫുട്ബോളിന്റെ അടിസ്ഥാന നിയമമാണ്. പക്ഷേ ഇപ്പോൾ ലോകകപ്പിൽ നടന്നൊരു സംഭവം ഈ നിയമം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഫോൺ വിളി നടത്തി. അതിന് പിന്നാലെ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയുടെ നേതൃത്വത്തിലുള്ള ഫിഫ അമേരിക്കൻ സ്ട്രൈക്കർ ഫോളറിൻ ബലോഗണിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. അതോടെ ലോകമെമ്പാടും ഒരേയൊരു ചോദ്യം ഉയരുകയാണ്: ഫുട്ബോളിൽ രാഷ്ട്രീയം ഇടപെട്ടോ, അതോ ശരിക്കും ഒരു തെറ്റായ തീരുമാനമാണോ ഫിഫ തിരുത്തിയത്? ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ബോസ്നിയക്കെതിരായ മത്സരത്തിൽ അമേരിക്കയുടെ പ്രധാന സ്ട്രൈക്കറായ ബലോഗോൺ ഒരു ടാക്കിളിനിടെ എതിരാളിയുടെ കാലിൽ ചവിട്ടി. റഫറി ആദ്യം റെഡ് കാർഡ് കാണിച്ചില്ല. എന്നാൽ VAR പരിശോധിച്ച ശേഷം നേരിട്ടുള്ള റെഡ് കാർഡ് നൽകി. ലോകകപ്പിലെ നിയമപ്രകാരം അതിന് പിന്നാലെ അടുത്ത മത്സരത്തിൽ ഒരു മത്സര വിലക്കും സ്വാഭാവികമായും ലഭിച്ചു. അമേരിക്കയ്ക്ക് അത് വലിയ തിരിച്ചടിയായിരുന്നു. കാരണം ഈ ലോകകപ്പിൽ അമേരിക്കയ്ക്കായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായിരുന്നു ബാലഗൺ. പക്ഷേ പിന്നീട് സംഭവിച്ചത് ചരിത്രത്തിലേക്കാണ് പോകുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോയെ വിളിച്ച് ഈ റെഡ് കാർഡ് വീണ്ടും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് പിന്നാലെ ഫിഫ പ്രഖ്യാപിച്ചു, ബലഗോണിന്റെ ഒരു മത്സര വിലക്ക് ഇപ്പോൾ നടപ്പാക്കില്ല. പകരം ഒരു വർഷത്തെ പ്രൊബോഷൻ കാലയളവിലേക്ക് മാറ്റിവെക്കുകയാണ്. അതായത് ഇനി സമാനമായ ഗുരുതര നിയമലംഘനം നടത്തിയാൽ ഈ സസ്പെൻഷൻ വീണ്ടും പ്രാബല്യത്തിൽ വരും. ഇപ്പോഴാകട്ടെ ബെൽജിയത്തിനെതിരായ നിർണായക പ്രീ ക്വാർട്ടർ മത്സരം അദ്ദേഹത്തിന് കളിക്കാം. ഇവിടെയാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. ബെൽജിയം ഫുട്ബോൾ ഫെഡറേഷൻ ഈ തീരുമാനത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. അവരുടെ കോച്ച് റൂഡി ഗാർസിയ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് ഏപ്രിൽ 1 എന്ന് തോന്നിപ്പോയി. ലോകകപ്പ് ചരിത്രത്തിൽ ഇതുപോലെ തീരുമാനം കണ്ടിട്ടില്ല. അവർ ഇത് ഫുട്ബോളിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന നടപടിയാണെന്നും നിയമപരമായ എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണെന്നും അറിയിച്ചു. അപ്പോൾ പ്രധാന ചോദ്യം, ഫിഫയ്ക്ക് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ അധികാരമുണ്ടോ? ഫിഫ പറയുന്നത് അവരുടെ ഡിസിപ്ലിനറി കോഡിലെ ഒരു വ്യവസ്ഥ പ്രകാരമാണ് അസാധാരണ സാഹചര്യങ്ങളിൽ ഇത്തരം നടപടികൾ സ്വീകരിക്കാനാകുന്നതെന്ന്. എന്നാൽ വിമർശകർ പറയുന്നത് മറ്റൊന്നാണ്. ലോകകപ്പിൽ റെഡ് കാർഡ് കിട്ടിയ ഒരു താരത്തിന്റെ സസ്പെൻഷൻ അവസാന നിമിഷം പിൻവലിക്കുന്നത് അത്യപൂർവമാണ്. 1962 ശേഷം ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്തായിരുന്നു? കോച്ച് മൗറിസിയോ പൊറ്റാച്ചിനോ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. ബലഗണിൽ ലഭിച്ച റെഡ് കാർഡ് തന്നെ അന്യായമായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അമേരിക്കൻ താരം ക്രിസ്ത്യൻ പുലിസിക്കും പറഞ്ഞു, ആ ടാക്കിളിൽ മനഃപൂർവ്വമായ ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. അതിലും മോശമായ ഫൗളുകൾ ഈ ടൂർണമെന്റിൽ നടന്നിട്ടുണ്ടെന്നും അവയിൽ പലതിനും ഇത്ര കടുത്ത ശിക്ഷ ലഭിച്ചില്ലെന്നുമാണ്. പക്ഷേ ഇതെല്ലാം വിട്ട് ഏറ്റവും വലിയ ചർച്ച മറ്റൊന്നാണ്. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് നേരിട്ട് ഫിഫ പ്രസിഡന്റിനെ വിളിക്കുന്നു. അതിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ തീരുമാനം മാറുന്നു. ഇത് വെറും യാദൃശ്ചികമാണോ? അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ നേതാക്കൾക്ക് ഫുട്ബോൾ തീരുമാനങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുമോ? ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും കായിക ലോകത്തും വലിയ ചർച്ച. കാരണം നാളെ മറ്റെന്തെങ്കിലും വലിയ രാജ്യത്തിന്റെ നേതാവും ഇതുപോലെ ഇടപെട്ടാൽ ഫിഫ എന്തു ചെയ്യും? അപ്പോൾ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണെന്ന് എങ്ങനെ പറയാനാകും? മാത്രവുമല്ല, ഇതിനു മുൻപ് സമാധാനത്തിനുള്ള ഒരു പീസ് പ്രൈസ് ഫിഫ തന്നെ ട്രംപിന് കൈമാറിയിരുന്നു. നോബൽ സമ്മാനം ലഭിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഫിഫ നൽകിയ ആ സമ്മാനമാണ് ഏറ്റവും വലുതെന്ന് ട്രംപ് അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ എന്താണ് നടന്നതെന്ന് പലർക്കും സംശയം തോന്നിയേക്കാം. അതിൽ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല.